മുസ്ലിം ലീഗ് നേതാവ് PM സലാം റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു മാറ്റവുമില്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് ഉദാഹരണമായി പറയുന്നത് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നേട്ടമുണ്ടാക്കിയത് BJPയും ലീഗും ഒക്കെയാണെന്നാണ്. അത് വർഗീയ ഇതിൻ്റെ ഭാഗമായാണ് ആ നേട്ടം എന്നാണ് മന്ത്രി ആവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ലീഗിൻ്റെ അതിൻ്റെ നിലപാട് എന്താണ്? കാസർഗോഡ് മുനിസിപ്പാലിറ്റി രൂപീകരിച്ച മുതൽ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. ഇപ്പോഴായിട്ട് എന്താ പ്രത്യേകത? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസ്താവനകളുടെ ഒക്കെ പിറകിൽ മുൻ മന്ത്രി AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചതും സജി ചെറിയ ഇപ്പോൾ പറയുന്നതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരം അവരെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. അവർ വെപ്രാളത്തിലും വിഭ്രാന്തിയിലുമാണ്. അപ്പോൾ രാഷ്ട്രീയമായ തകർച്ച മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു തരം ജൽപ്പനങ്ങളാണ് ഇതൊക്കെ. അതിന് സത്യത്തിൽ മറുപടി അറിയിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഖേദിക്കുന്നത്, ഞങ്ങൾക്ക് സഹതാപമുണ്ട് അവരോട്. EMSൻ്റെയും AK ഗോപാലിൻ്റെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ ഒരു പാർട്ടി 2 വോട്ട് കിട്ടാൻ ഏറ്റവും നിന്ദ്യമായ നികൃഷ്ടമായ രൂപത്തിൽ വർഗീയതയെ താലോലിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അത് കയ്യിലെടുക്കുന്നു എന്നത് ആ പാർട്ടി എത്രത്തോളം തകർന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതേതര ജനതയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ജനതയാണ് ഇവിടെ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ ഉണ്ടായിട്ട് പോലും വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗിനെയും UDFനെയും വിജയിപ്പിച്ചത്. ആ മതേതര കേരളത്തോടൊപ്പമാണ് UDF ഉള്ളത്. ലീഗ് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുകയും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് സജി ചെറിയാൻ്റെ പ്രസ്ഥാനം. അത് വളരെ ഗുരുതരമല്ലേ? കാരണം ലീഗ് കുറേ കാലങ്ങളായി ഇവിടെയുള്ള പാർട്ടിയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. CPM തന്നെ ലീഗിൻ്റെ കൂടെ ചങ്ങാത്തം കൂടാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് 4 വോട്ട് ലക്ഷ്യം വെച്ച് തന്നെയല്ലേ അങ്ങ് പറഞ്ഞ പോലെ? എന്താ സംശയം? ന്യൂനപക്ഷ വർഗീയതയെ കാലാകാലമായി പ്രോത്സാഹിപ്പിച്ചത് CPM ആണ്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് കാലാകാലങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ ചില സംഘടനകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് CPM ആണ്. അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തത് CPM ആണ്. PDP ആ സംഘടനയ്ക്ക് പാർലമെൻറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്ത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തി മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് CPM ആണ്. SDPIയുമായി കേരളത്തിൽ എല്ലായിടത്തും അവർ സഖ്യം ചെയ്തു. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ SDPIയുടെ 4 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് CPM ഭരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും കാസർഗോഡ് ജില്ലയിലെ പലയിടത്തും തരാതരം പോലെ SDPയുമായും BJPയുമായും മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് വർഗീയതയെ, അത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും 4 വോട്ടിനു വേണ്ടി തരാതരം പോലെ മാറി മാറി പ്രീണിപ്പിക്കുന്ന സ്വഭാവം കാണിച്ചത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് കേരളത്തിലെ ഉത്ബുദ്ധരായ ജനതക്കറിയാം. ഈ CPM ഒരു ഭാഗത്ത് അയ്യപ്പ സംഘം നടത്തുന്നു, മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്ഥാനമാക്കുന്നു. അത് കൃത്യമായി ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് കൺസ്യൂം ചെയ്യപ്പെടണമെന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയല്ലേ ആ ഒരു നീക്കങ്ങളൊക്കെ നടത്തുന്നത്? കേരളത്തിൻ്റെ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗം നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എതിരാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഭാഗം നിൽക്കും, അവരെ കിട്ടുമെന്ന് കരുതി ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ തരാതരം പോലെ സമുദായങ്ങളെ പ്രകോപിപ്പിച്ചും പ്രീണിപ്പിച്ചും അവരെ തമ്മിൽ അടിപ്പിച്ചും ഭിന്നിപ്പിച്ചും രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം തകർത്തുമാണ് LDF CPM നിലനിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ശ്രമം നടത്തിയാലും അവരെ കേരളീയ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു രക്ഷയും അവർക്കില്ല എന്ന് നമ്മളെക്കാൾ ബോധ്യം അവർക്കുണ്ടായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ VD സതീശൻ പറയുന്നത് പോലെ ഒരു ഫിഗർ UDFന് ഉണ്ടാവുമോ? ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഇത് കൂട്ടുമോ, സീറ്റ് കൂട്ടുമോ? എന്താ സംശയം? UDFന് അഭൂതപൂർവമായ വിജയം ഉണ്ടാവും. എത്ര സീറ്റൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ലീഗ് എത്ര സീറ്റാണ് മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയെങ്കിലും കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ടോ? അല്ല, ലീഗും കോൺഗ്രസും UDFും ഒക്കെ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും ജയിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പരമാവധി 140 സീറ്റിലേ ഞങ്ങൾ ജയിക്കുള്ളൂ. 140 സീറ്റും ജയിക്കും, ആത്മവിശ്വാസം. ഇതിൽ മാത്രമേ ജയിക്കുള്ളൂ, അതിൽ കൂടുതൽ പ്രയാസം. എന്തായാലും സർക്കാർ ഇത്തരത്തിൽ മന്ത്രിയെ ഉപയോഗിച്ച് തന്നെ വർഗീയ കാർഡ് ഇറക്കി 4 വോട്ട് പിടിക്കാൻ ശ്രമിക്കുക എന്നാണ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PM സലാം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.